നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മകളുടെ വിവാഹമാണ്, ഇതിന് എന്ത് ചെയ്യണം? ഈ വിവാഹം നടത്തണമോ നടത്താതിരിക്കണമോ? ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൺഫ്യൂഷനായി പോയി. ഞാൻ പ്രവാചകനൊന്നുമല്ലല്ലോ നടത്തണമോ നടത്തണ്ടയോ എന്ന് പറയാനായിട്ട്, നന്നാകുമോ മോശമാകുമോ എന്നൊക്കെ പറയാനായിട്ട് എനിക്കറിയത്തില്ല. ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമായി കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ അത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സ്പേർട്സിനോട് ഈ കാര്യത്തിൽ സംസാരിച്ചു. ഒപ്പം തന്നെ കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അത് വളരെ മനോഹരമായ പുസ്തകത്തെക്കുറിച്ച് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് അറ്റാച്ച്മെൻ്റ് എന്നാണ്. ഡോക്ടർ അമീർ ആൻഡ് റേച്ചൽ ഈ രണ്ടുപേർ ചേർന്ന് എഴുതിയ പുസ്തകമാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന പുസ്തകം. അത് ഒരു സയൻസ് ഓഫ് അഡൾട്ട് അറ്റാച്ച്മെൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പറയുന്ന ഒരു പുസ്തകമാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു നൽകാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും പിന്നെ അദ്ദേഹവുമായി നടത്തിയ കോൺവെർസേഷൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ വിവാഹത്തിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു ബന്ധം നിലനിർത്തപ്പെടുമോ ഇല്ലയോ എന്ന് അറിയുന്നതിൽ ഒരാളുടെ ബാല്യകാല അനുഭവങ്ങൾ, ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്, ഈ പറയുന്ന കുട്ടിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു, ഒരു കുടുംബം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത്, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കുറേ നാളുകളായി സംസാരിച്ചിട്ടുണ്ടാകാം, ഡേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിലെ ചില അനുഭവങ്ങളിലൂടെ എന്തെല്ലാമാണ് മനസ്സിലാക്കുവാൻ സാധിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനിടയായത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. 3 തരത്തിലുള്ള ആളുകളാണ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ നല്ലതാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തത് സെക്യൂർ എന്ന് പറയും, രണ്ടാമത്തത് ആങ്ഷ്യസ് എന്ന് പറയും, മൂന്നാമത്തത് അവോയ്ഡൻ്റ് എന്ന് പറയും. ഈ 3 തരത്തിലുള്ള ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആളുകൾ അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്, ഈ പറയുന്ന ആൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ചൈൽഡ്ഹുഡ് ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, അവർ സെക്യൂർ ആയിട്ടുള്ള ആളാണോ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളാണോ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആളാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ളത്. അപ്പോൾ ഈ സെക്യൂർ എന്ന് പറയുന്ന ആൾ, ആ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിന് ധൈര്യത്തോടെ നേരിടുവാനും ഒപ്പം തന്നെ കാം ആൻഡ് കമ്പോസ്ഡ് ആയി അഭിമുഖീകരിക്കുവാനുമായി കഴിയുന്ന ആളായിരിക്കും. കാരണം ഈ കുട്ടിയുടെ ചെറുപ്പത്തിൽ പേരൻസ് വളരെ നന്നായി തന്നെ അവരെ വളർത്തിയിട്ടുണ്ട്. വേണ്ട സമയത്ത് കെയർ ചെയ്യുകയും വേണ്ട സമയത്ത് തിരുത്തലുകൾ വരുത്തുകയും ഒപ്പം തന്നെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെങ്ങനെ മറികടക്കണമെന്നുള്ള വിഷയത്തെക്കുറിച്ചെല്ലാം ആ കുട്ടിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരു നേച്ചർ ആണെങ്കിൽ സെക്യൂർ ആയ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കും. ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടതെന്ന് അവർക്കറിയാം. ഇനി ബ്രേക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഏത് സമയത്താണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്നും ഹെൽത്തിയായി ബ്രേക്ക് ചെയ്യാനും അവർക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ ഈ ബാല്യകാലത്തിലെ അനുഭവങ്ങളാണ് അവരെ ഈ സെക്യൂർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ഇനി അടുത്ത 2 പേഴ്സണാലിറ്റി ടൈപ്പ് അല്ലെങ്കിൽ അടുത്ത 2 സിറ്റുവേഷൻസിലുള്ള ആളുകൾക്കാണ് പലപ്പോഴും ബന്ധങ്ങൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് വേർപെടുകയും ഡിവോഴ്സിൽ കലാശിക്കുകയും എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം ആളാണ് ആങ്ഷ്യസ് എന്നാണ് അവർ പറയുന്നത്. അവരെപ്പോഴും വറീഡായിരിക്കും, എൻ്റെ പങ്കാളി എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അതവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എന്നെ സ്നേഹമാണോ, എന്നോട് ഇഷ്ടമുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ഉപേക്ഷിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു ക്ലിങ്ങി ആയിട്ടുള്ള സ്വഭാവമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പയ്യൻ ഇവളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇവളെപ്പോഴും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ഒരു ക്ലിങ്ങി ആയിട്ടുള്ള ആളാണോ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഫീലിംഗ് റിജക്റ്റഡ് അല്ലെങ്കിൽ ഫീലിംഗ് അബാൻഡൻഡ് എന്നുള്ളൊരു പേടിയോടെ ഉള്ളവരായിരിക്കാം ഈ ആങ്ഷ്യസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ. അപ്പോൾ ഈ അറ്റാച്ച്ഡ് പുസ്തകത്തിൽ പറയുന്നതും ഇത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചെറുപ്പത്തിൽ ഈ കുട്ടിയെ മാതാപിതാക്കൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, വേണ്ട രീതിയിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നോ, തന്നെ വേണ്ട രീതിയിൽ കരുതുന്നില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടോ, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇപ്പോൾ സ്നേഹമായിരിക്കാം, കരുതലായിരിക്കാം, പ്രോത്സാഹനമായിരിക്കാം, അതെല്ലാം അവർക്ക് വേണ്ട രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ. ഇതൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന കുട്ടികൾ അവരെപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും. താൻ റിജക്റ്റ് ചെയ്യപ്പെടുമോ, തനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ, കരുതൽ കിട്ടുന്നുണ്ടോ, കെയർ കിട്ടുന്നുണ്ടോ, ഇങ്ങനെ എപ്പോഴും അവർ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അവർ.
അപ്പോൾ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ബാല്യകാലം? മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിരുന്നോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ആങ്ഷ്യസ് ആളുകളാണ് എപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുമോ, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, എനിക്ക് നിങ്ങളാ ജീവിക്കാൻ പറ്റത്തില്ല, നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധമാണ്, ഇത് കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും, അയ്യോ ഈ വ്യക്തിക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ്, ഇവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഞാൻ ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെയാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളോട് കടന്നുപോയി പിന്നീട് കെണിയിൽ പെട്ടുപോയിട്ടുള്ള ധാരാളം ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ സംസാരിക്കുന്ന വാക്കുകളിലൂടെ, ഇവരുടെ മനോഭാവങ്ങളിലൂടെ, ഇവരുടെ ബാല്യകാലങ്ങളിലൂടെ നമുക്ക് ഈ ബന്ധം നിലനിർത്താൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, അറിവുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നവർക്ക് ഒരു പക്ഷേ അല്ല, തീർച്ചയായും ഈ പറയുന്ന പുസ്തകങ്ങളിലെ ചിന്തകൾ വളരെയധികം സഹായിക്കുമെന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അവോയ്ഡന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് ചെറുപ്പത്തിൽ വേണ്ട പരിഗണന ലഭിക്കാതെ, തുടരെ പരിഗണന ലഭിക്കാതെ, അവർ പ്രോത്സാഹനം ലഭിക്കാതെ ഇരുന്നപ്പോൾ അവർ വിചാരിച്ചു, എനിക്കെന്തായാലും പരിഗണന കിട്ടാൻ സാധ്യതയില്ല, എനിക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടാൻ സാധ്യതയില്ല, എനിക്ക് ഇമോഷണൽ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്വന്തമായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്, എന്നെ തന്നെ ഞാൻ സപ്രസ് ചെയ്യാൻ, എൻ്റെ ഇമോഷൻസ് വികാരങ്ങളൊന്നും സപ്രസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ആരോടും ഇതൊന്നും പറയുന്നില്ല, എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, തന്നെയും എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. അത് ഒരു അവോയ്ഡന്റ് നേച്ചറാണ്. അവോയ്ഡന്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് ജീവിക്കാൻ സാധിക്കും, നിങ്ങളൊന്നും വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവർ ഇമോഷൻസ് ഒരിക്കലും തുറന്നു പറയുകയില്ല, ഇമോഷൻസ് അവർ സപ്രസ് ചെയ്ത് കൊണ്ടിരിക്കും, ഒരിക്കലും അവർ തുറന്നു പറയുകയില്ല. അവർക്ക് തന്നെ നിൽക്കുവാനായിട്ട് സാധിക്കും. അവർ വിചാരിക്കും നിങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഇവർ ചെയ്യുന്നത് ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കും. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യേണ്ടി വന്നാൽ അവർ അതിനെ ഒഴിവാക്കുകയും അതിൽ നിന്ന് മറികടക്കുകയും ചെയ്യും. അപ്പോൾ ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് മുറിച്ചെറിഞ്ഞ് പോകുവാനായിട്ട് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവരുടെയൊക്കെ ജീവിതം പിന്നീട് വളരെ ദുരിതപരമായിട്ടുള്ളതായിരിക്കും. കാരണം ഇമോഷൻസിനെ ഒന്നും പുറത്ത് കാണിച്ചും കഴിയാതെ സപ്രസ് ചെയ്ത് ഒരു തെറാപ്പിക്കോ തയ്യാറാകുകയില്ല, തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുകയില്ല. എന്താണ് കാരണം, എന്ത് തിരുത്തലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലും അവർക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകുകയില്ല. അവസാനം അവരിതെല്ലാം സഹിച്ച് പല രോഗങ്ങൾ, സ്കിൻ ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, ആസ്മ അല്ലെങ്കിൽ കോൾഡ് പോലെയുള്ള ഇങ്ങനെ ധാരാളം രോഗങ്ങളിൽ ഇടപെട്ട് മാനസികവും ശാരീരികമായ അസുഖങ്ങളിലൂടെ ഇവരുടെ ജീവിതം വളരെ ദുരിതമായി തീർന്നു പോകാനുള്ള സാധ്യതയാണ്. മാത്രമല്ല അവർ പിന്നീട് ഒരു ബന്ധങ്ങളിലും വിശ്വസിക്കുകയില്ല, അവരെപ്പോഴും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഒരു നാലാമത്തെ കാറ്റഗറി ഉണ്ട് എന്ന് എനിക്ക് പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണ് ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡന്റ്. ഈ ആളുകൾ ആങ്ഷ്യസുമാണ് അവോയ്ഡന്റുമാണ്. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു, എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, എന്നെ ഉപേക്ഷിക്കുമോ എന്ന് പേടിക്കുന്നു, എന്നെ കെയർ ചെയ്യുന്നില്ലേ എന്ന് പേടിക്കുന്നു, വിഷമിക്കുന്നു. ഒപ്പം തന്നെ ആ ഫീലിംഗിൽ അവർ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ ആങ്ഷ്യസ് അവോയ്ഡന്റ് എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളുകളുമുണ്ട്. അവരെപ്പോഴും ആങ്ഷ്യസിനൊപ്പം തന്നെ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാണ്. ഇവർ വളരെയധികം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർ ആങ്ഷ്യസ് ആയി എപ്പോഴും കണ്ടിന്യൂസ് ആയി പാർട്ട്ണർക്ക് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കും. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ വിളിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് പരിഗണന നൽകുന്നില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും പരിഗണന നൽകുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ അതിൽ നിന്ന് മാറും. കാരണം ഫീലിംഗ് ഓഫ് അബാൻഡൻമെന്റ്, എന്നെ ഉപേക്ഷിക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് മുറിച്ചു മാറുകയും ചെയ്യും. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ, ഒന്ന് സെക്യൂർ ആയിട്ടുള്ള നേച്ചറുള്ളവർ, ചിലർ ആങ്ഷ്യസ് ആയിട്ടുള്ളവർ, അവോയ്ഡന്റ് ആയിട്ടുള്ളവർ, ഇനി ആങ്ഷ്യസും അവോയ്ഡന്റുമായിട്ടുള്ള ക്യാരക്ടർ ഉള്ളവർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ? സെക്യൂർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ പലപ്പോഴും ആളുകൾ വിവാഹ ബന്ധത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ആലോചിക്കുന്നത് വീടുണ്ടോ, കാറുണ്ടോ, ജോലിയുണ്ടോ, പൈസയുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതാണോ ശരിക്കും ആലോചിക്കേണ്ടത്? സന്തോഷകരമായ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ എത്രയും നല്ല ഒരു പേരൻറ്റിങ് ആയിരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഈ വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഏറ്റവും അധികം അവിടുത്തെ ചെന്ന് ചേരുന്നത് ഇപ്പോൾ സെക്യൂർ ആയിട്ടുള്ള ആൾ ആങ്ഷ്യസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ
അവോയ്ഡൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആങ്ഷ്യസ് അവോയ്ഡൻ്റോ ആയിട്ടുള്ള ആളുകളുമായി കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കാൻ പോകുന്നത്, ഈ സെക്യൂർ ആയിട്ട് ആളുകൾ എപ്പോഴും ഇവരെ ആശ്വസിപ്പിക്കാൻ, ഇവരെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾ അവോയ്ഡൻ്റ് ആയിട്ട് ആളുകളുമായി കൂടി ചേരുമ്പോഴും ഇതെല്ലാം ഒരു കോംപ്ലിക്കേഷനാണ്. പക്ഷെ നമുക്ക് എപ്പോഴും സെക്യൂർ ആയ ആളുകളെ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അങ്ങനെ മാത്രം ആളുകൾ ഭൂമിയിൽ ഉണ്ടോ? തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ ഏത് തരത്തിലുള്ള ആളാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, ഞാൻ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണോ, അതെയോ അവോയ്ഡൻ്റ് ആയിട്ടുള്ള നേച്ചറുള്ള ആളാണോ, അതെയോ ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആളുകളാണോ? ഇന്നാൾ ഒരാൾ പറയുന്നത് കേട്ടു, വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ടെസ്റ്റ് ചെയ്യുക, ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, ഞാൻ ആങ്ഷ്യസ് ആണോ, അവോയ്ഡൻ്റ് ആണോ, സെക്യൂർ ആണോ. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ശാസ്ത്രീയ സമീപനം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു മാർക്കറ്റാണ് അതിനുള്ളത്. അത് പല ബന്ധങ്ങളെ നിലനിർത്താൻ സഹായിക്കും. ഈ പുസ്തകം വായിക്കുക, അറ്റാച്ച്ഡ്, ദ സയൻസ് ഓഫ് ന്യൂ സക്സസ് ഇൻ അഡൾട്ട് അറ്റാച്ച്ഡ് എന്ന പുസ്തകം ഡോക്ടർ അമീർ, ഡോക്ടർ റേച്ചൽ ഇവർ എഴുതിയ പുസ്തകമാണ്. ബന്ധങ്ങൾ നിലനിർത്തണമെന്നും ഒപ്പം തന്നെ ലോങ് ടൈമിൽ തങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുസ്തകം വായിക്കുക.